യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. സിനഗോഗിൽ യേശു പ്രസംഗിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. പ്രഭാതമായപ്പോൾ അവൻ ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു. തങ്ങളെ വിട്ടുപോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അവൻ യൂദയായിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. യേശുവെ നന്ദി, യേശു സ്വസ്ത്രം. പ്രിയപ്പെട്ടവരെ, യേശുവിന് തന്റെ ദൗത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടിയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. തന്റെ ജീവിതം എന്ന് പറയുന്നത് ഏതാനും ചില സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ പ്രബുദ്ധരാക്കിയതിനു ശേഷം, ദൈവവിശ്വാസത്തിലെ അടുപ്പിച്ചതിനു ശേഷം അവരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു സമയമല്ല തന്റെ ജീവിതകാലം എന്ന് യേശു മനസ്സിലാക്കുകയും മറ്റു സ്ഥലങ്ങളിലും പോയിട്ട് സാധിക്കുന്ന എല്ലായിടത്തും പോയിട്ട് ദൈവരാജ്യം പ്രസംഗിക്കുകയും ദൈവരാജ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ ജനങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടതായിട്ടുണ്ട്. അവഹേളനങ്ങൾക്ക് വേണ്ടി തർക്കങ്ങളുണ്ടാകും, മർദ്ദനങ്ങളുണ്ടാകും. പലരും സ്വീകരിക്കും, പലരും തിരസ്കരിക്കും. ഇതെല്ലാം ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊണ്ട് തന്റെ ജീവിതം പൂർണ്ണമായിട്ടും നമുക്ക് വേണ്ടി പകർന്നു തരുവാൻ, ദൈവസ്നേഹത്തിലേക്ക്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള അനുരഞ്ജനത്തിലേക്ക് എല്ലാവരെയും എത്തിക്കുവാനുള്ള ഒരു ദൗത്യം യേശു ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ ഭാഗത്തിലൂടെ നമ്മൾ കാണുന്നത്. പ്രാർത്ഥനയിലൂടെ വിജനസ്ഥലത്തേക്ക് പോയി പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുവാൻ, സിനഗോഗുകളിൽ പ്രസംഗിക്കുവാനായിട്ട് തയ്യാറെടുക്കുവാൻ, അതിനുവേണ്ടി സമയം ചെലവഴിക്കുവാൻ യേശു ആഗ്രഹിച്ച പോലെ ചെയ്തതുപോലെ നമ്മളും ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി ഒരുങ്ങണം, ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. പല കാലഘട്ടങ്ങളിലും പല രീതികളായിരുന്നു സുവിശേഷ പ്രസംഗം. അന്ന് യേശുവിന്റെ കാലഘട്ടത്തിൽ സിനഗോഗുകളായിരുന്നുവെങ്കിൽ ഇന്ന് ദേവാലയങ്ങളിലും വാട്സപ്പുകളിലും യൂട്യൂബുകളിലും ധ്യാനകേന്ദ്രങ്ങളിലൂടെയും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ തെരുവീതികളിലായിരുന്നു സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. എന്നിരുന്നാലും എല്ലാ കാലത്തും ദൈവരാജ്യം പ്രസംഗിക്കാനുള്ള വേദികളുണ്ട്. അതിന് സന്നദ്ധത നമുക്ക് വേണം. അതിനുവേണ്ടി സമയം ചെലവഴിക്കണം, ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം, ദൈവവചനത്തിലൂടെ സഞ്ചരിക്കണം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ.